നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചലച്ചിത്ര താരങ്ങളായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും മോഡൽ സൗമ്യയും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായി. ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലാണ് താരങ്ങൾ ഹാജരായത്. 1 മണിക്കൂർ കൊണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തന്നെ മടക്കി അയക്കണമെന്ന നിബന്ധനയാണ് ഷൈൻ മുന്നോട്ട് വെച്ചത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിനായി എത്തിയത്. രാവിലെ വിമാനമാർഗമാണ് ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെത്തിയത്. ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് നിലവിൽ ഷൈൻ. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ സിനിമാ ബന്ധം തെളിയിക്കാനാണ് താരങ്ങളായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും എക്സൈസ് ചോദ്യം ചെയ്യുന്നത്. കേസിലെ മുഖ്യപ്രതികളായ തസ്ലീമ സുൽത്താനെയും ഭർത്താവ് സുൽത്താനും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രതികളിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാവും താരങ്ങളെ ചോദ്യം ചെയ്യുക. തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ലഹരി ഇടപാടിൽ പാലക്കാട് സ്വദേശിയായ മോഡൽ ഇടനിലക്കാരിയാണോ എന്നും സംശയിക്കുന്നുണ്ട്. മോഡലിന്റെ അക്കൗണ്ടിൽ നിന്ന് തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് പലതവണ പണം വന്നതായി കണ്ടെത്തിയിരുന്നു. ഇത് താരങ്ങൾക്കായി ലഹരി വാങ്ങിയതിന്റെ പണമാണോ എന്നാണ് സംശയം. എന്നാൽ തസ്ലീമയുമായി ലഹരി ഇടപാടുകൾ ഇല്ലെന്നും 6 മാസമായുള്ള പരിചയമാണെന്നും മോഡൽ സൗമ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. താരങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലി എക്സൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്കും എക്സൈസ് കടന്നേക്കും. തസ്ലീമയുടെ ഫോണിൽ നിന്നും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ശ്രീനാഥ് ഭാസിയുടെ വാട്സപ്പ് ചാറ്റുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഷൈൻ ടോം ചാക്കോയുമായുള്ള വാട്സപ്പ് കോളുകളാണ് പ്രധാനമായും കണ്ടെത്തിയത്. വാട്സപ്പ് ചാറ്റുകളും കോളുകളും സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ് നടന്മാരെ ചോദ്യം ചെയ്യുന്നത്. അതേസമയം ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് ചൊവ്വാഴ്ച ഹാജരാകാനാണ് എക്സൈസ് നോട്ടീസ് നൽകിയത്. ജിൻഡോയും തസ്ലീമയും നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. സിനിമ അണിയറ പ്രവർത്തകരിൽ ഒരാളെയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന.